ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് മേയ്ക്കാൻ വിട്ട പശുവിനെ തേടി ബോബി ഈ കോങ്ങോട് മലയിലേക്ക് എത്തിയത്. വൈകിട്ട് 7 മണി കഴിഞ്ഞിട്ടും ഇവർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. പുലർച്ചെ 1 മണിയോടെയാണ് ബോബിയെയും വളർത്തു പശുവിനെയും മരിച്ച നിലയിൽ കണ്ടത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും മണിക്കൂറുകളോളം പരിശോധന നടത്തിയതിനു ശേഷമാണിത്. ഒരുപാട് തരത്തിൽ എന്ന് പറഞ്ഞാൽ 6 മണി മുതൽ തെരഞ്ഞ് 1 മണിക്കാണ് ബോഡി കിട്ടുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ നാട്ടുകാർ തെരഞ്ഞപ്പം ലൈറ്റിൻ്റെ വെളിച്ചം വളരെ കുറവായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വന്നതിന് ശേഷം അവരുടെ സെർച്ച് ലൈറ്റ് ഉപയോഗിച്ച് തെരഞ്ഞപ്പോഴാണ് കണ്ടെത്തുക. നല്ല വെളിച്ചം ഉണ്ടായിരുന്നു ആ ലൈറ്റിന്. അന്നേരമാണ് നമ്മൾ കണ്ടെത്തിയത്. 1 മണിയോടുകൂടിയാണ് ബോഡി കണ്ടെത്തിയത്. കൊക്കോ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടത്. തട്ടുതട്ടായ പ്രദേശമാണിത്. പശുവിന്റെ ജഡം കണ്ടതിന് താഴെയാണ് ബോബിയുടെ മൃതദേഹം കണ്ടത്. ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും കണ്ടിരുന്നില്ല. അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മരുതോങ്കര പഞ്ചായത്ത് അംഗം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. തോട്ടത്തിന് 15 മീറ്റർ മാറി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. പശുവിന്റെ ജഡം കണ്ടെത്തിയ സ്ഥലത്ത് കൊക്കോ മരത്തിൽ ഫെൻസിംഗ് ഘടിപ്പിച്ചതിന്റെ അടയാളവുമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം എന്നായിരുന്നു ആവശ്യം. നാട്ടുകാർക്ക് ദുരൂഹത തോന്നാനുള്ള കാരണം ഇവിടെ ഒരു പ്ലാവുണ്ട്, അതിൽ ചക്കയുണ്ട്. ചക്ക 2 ദിവസം മുന്നേ പറിച്ച് എൻ്റെ ചോട്ടിലിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെയാണ് ഒരു പശു കത്തിലുള്ളത്. ഇവിടെ പശു മേയാൻ ഇവിടെ പുല്ലില്ല. അപ്പോൾ അവിടെയാണ് ബോബി താഴെയാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പിന്നെ ഈ ഫാൻസിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പൈപ്പ് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആ കൊക്കോനോട് കെട്ടിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു സംശയത്തിനിടയാക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവരുടെ ആരോപണം ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട്. ഷോക്കേറ്റാണ് മരണമെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. തൊട്ടിൽപ്പാലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും പോലീസും വിശദമായ പരിശോധന നടത്തി. സ്ഥലം ഉടമയായ ആലക്കൽ ജോസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം പശുക്കടവിലെത്തിച്ച ബോബിയുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ എങ്ങനെ ഇത്തരത്തിൽ വൈദ്യുതി എത്തി? മൃഗങ്ങൾക്ക് വെച്ച കെണിയിൽ പാവം വീട്ടമ്മ കുടുങ്ങിയതാണോ? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഇത് അവസാനിപ്പിക്കാൻ നടപടിയാണ് ആവശ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.